എല്ലാവർക്കും നമസ്കാരം. അഹം ബ്രഹ്മാസ്മി. അകമയുള്ളതും പുറമേയുള്ളതും ഒന്നായിരിക്കുന്ന ഒന്ന് തന്നാണ്. സിദ്ധപരമ്പരയിൽ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അണ്ഡവും പിണ്ഡവും ഒന്ന് തന്നെ. അണ്ഡത്തിലുള്ളതും പിണ്ഡത്തിലുള്ളതും ഒന്ന് തന്നാണ്. സർവ പ്രപഞ്ചവും, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം തന്നെ ഒന്നായിരിക്കുന്നു. ഈ സൃഷ്ടിയിൽ, ഈ ഭൂമി മാതാവിൻ്റെ കണ്ണിൽ ഇവിടുള്ള ഒരു മൃഗങ്ങളും വൃക്ഷങ്ങളും മലകളും ഒരു പുഴുവും എല്ലാം ഒന്ന് തന്നെയാണ് ഭൂമിയുടെ കണ്ണിൽ. അത് അതിൻ്റെ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. സൃഷ്ടിയുടെ പ്രക്രിയയിൽ ഭൂമി ആ രീതിയിൽ സജീവമായിക്കൊണ്ട് ഈ മദർ ഓഫ് നേച്ചർ അതതിൻ്റെ രീതിയിൽ, പഞ്ചഭൂതങ്ങൾ അതിൻ്റെ രീതിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ കണ്ണിൽ ഒരു പുഴുവും ഈ മനുഷ്യനും ഒക്കെ ഒന്ന് തന്നെയാണ്. എന്നാൽ മനുഷ്യനുള്ളൊരു പ്രക്രിയയാണ് അറിയുവാൻ പറ്റുന്നൊരു ക്രമീകരണം. പരിണാമം മനുഷ്യനിൽ സംഭവിക്കും. മനുഷ്യന് മാത്രമേ പരിണാമപ്പെടുവാൻ സാധിക്കുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് നോക്കുന്ന ജീവികളിൽ എല്ലാ ജീവികളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കൊന്നും പരിണാമത്തിനുള്ള അവസരമില്ല. പക്ഷേ മനുഷ്യന് മാത്രമാണ് പരിണാമം സംഭവിക്കുന്നത്. മനുഷ്യന് പരിണാമപ്പെടുവാൻ സാധിക്കും. അവന് തിരിച്ചറിയാൻ സാധിക്കും. ഈ സൃഷ്ടിയുടെ അടിസ്ഥാനത്തെ അവൻ അറിയാൻ സാധിക്കും. അതുമായിട്ട് എപ്പോഴും ഉണർന്നിരിക്കുവാൻ അവന് സാധിക്കും. അവൻ്റെ കണ്ണിൽ സർവപ്രപഞ്ചവും സർവ രീതിയിലുള്ള ഈ സൃഷ്ടി പ്രക്രിയ മുഴുവനും എല്ലാം ഒന്ന് തന്നെ മാറും. ഒരു പുഴുവും ഒരു വ്യക്തിയും ഒരു മരവും ഒരു മലയും ഒരു പുഴയും എല്ലാം എന്ത് ചെയ്യും? അവൻ്റെ കണ്ണിൽ ഒന്നായിട്ടുള്ള പരമമായിട്ടുള്ള ഒന്നിനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ എല്ലാം ശൂന്യമായിരിക്കുന്ന ഒന്നിനെ വിളിച്ചതാണ് ശിവമെന്ന് പറയുന്നത്. എല്ലാം ശിവനായിത്തീരും. അഹം ബ്രഹ്മാസ്മി എന്നർത്ഥമാക്കുന്നത് പരമമായിട്ടുള്ള എല്ലാം ഒന്ന് തന്നെ, ഞാനും അതും ഒന്നാണ്. സൃഷ്ടിയിലുള്ള സർവ്വതും ഒന്നാണ്, ഒന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. എന്നാൽ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കുറച്ച് വർഷങ്ങളായി തന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാവനയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നും നമുക്ക് ഉണർന്നിട്ടില്ല. നമ്മുടെ ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവം അത് ഇപ്പോഴും ഉറങ്ങിയിരിക്കുകയാണ്. അത് ഇരുട്ടിലാണ് കിടക്കുന്നത്. നമ്മൾ ഇരുട്ടിൽ നിന്ന് ചിന്തിക്കുമ്പം നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല. പ്രകാശത്തിലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇരുട്ടിൽ നമുക്ക് എന്ത് ചെയ്താലും അത് നമുക്കൊന്നും തിരിച്ചറിവില്ലാതായിപ്പോൾ, നമ്മൾ ചെയ്യുന്നതിലൊന്നും തന്നെ ഒരു അർത്ഥമില്ലാതായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു ഭാവം ഉറങ്ങിക്കിടക്കുകയാണ്, അത് ഉണർന്നിട്ടില്ല. അത് ഉണരുമ്പോൾ നമുക്ക് ഈ കാര്യം തീർച്ചയായിട്ടും മനസ്സിലാകും. നമ്മൾ നമ്മുടെ അന്ധകാരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മൾ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ ശരിയാന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളങ്ങ് ഉറപ്പിക്കും, ഇതാണ് ശരി, ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇതല്ല ആത്മീയത നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ശരികളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോകും. നിങ്ങളുടെ ഈ ഭാവനകൾ മുഴുവനും അസ്തമിക്കും. നിങ്ങളൊരു പ്രകാശത്തിലാണ് നിങ്ങളുടെ ബോധമിരിക്കുന്നത്. അവിടാണ് നിങ്ങൾ പ്രകാശിച്ചിലാണ് നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടാകുന്നത്, സർവ്വതും ഒന്നെന്നുള്ളത്. ഇതൊരു ജ്ഞാനമല്ല, ഇത് അവനവൻ്റെ ആയിട്ടുള്ള അതിൽ ജീവിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രകൃതിയായിട്ട് ചേർന്ന് ഈ ശരീരവും മനസ്സും ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധ ഉണർവിൽ എങ്ങനെയാണോ സൂര്യൻ പ്രകാശം നിൽക്കുന്നത്, അതേപോലെ നമ്മുടെ ആ ഒരു പ്രകാശത്തിൽ ആ ബോധവുമായി നമ്മൾ നിൽക്കുന്ന ഒന്നാണ്. നമ്മൾ അന്ധകാരത്തിലിരിക്കുമ്പം നമ്മളെ മറ്റുള്ളവർക്ക് എപ്പോഴും ചൂഷണം ചെയ്യാൻ വളരെയേറെ സാധിക്കും. പലരും പല രീതിയിലും ചൂഷണത്തിന് ഇടപെട്ടുകൊണ്ട് ഇപ്പോഴും പലരും ചൂഷണത്തിൻ്റെ ഒരു വക്കിലുമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചിന്തിക്കണം.
ചിന്തിക്കുക തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞതുപോലെ ഉണർവിൽ ചിന്തിക്കണം. ഉണരുവാനായിട്ടുള്ള മാർഗമുണ്ട്. ഉണരുവാൻ നമുക്ക് മാർഗങ്ങൾ പലതുമുണ്ട്. നമ്മളെ ഉണർത്തിക്കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ കാണുമ്പം എല്ലാം തന്നെ സർവ്വതും ഇന്നത്തെ ഈ കുറച്ച് വർഷങ്ങളായി, കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതാണ്. എല്ലാം വേറിട്ട് നിൽക്കുകയാണ്. ജാതിയുടെ പേരിൽ, പല രീതിയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എല്ലാം വേറിട്ട് ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. ഞാൻ ദൈവത്തെയോ പരമാത്മാവിനെയോ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അവനവൻ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊന്നും നിന്നും വേറിട്ട് നിൽക്കുന്നതല്ല, നമ്മളെല്ലാവരിലും നിൽക്കുന്നതാണ്. ഒരു ക്രിസ്ത്യനോ ഒരു മുസൽമാനോ ഒരു സിഖ് മതക്കാരനോ ഒരു ബുദ്ധ മതക്കാരനോ ഒരു ഹിന്ദു മതക്കാരനോ, ഇതെല്ലാം വ്യക്തിപരമായി ഓരോരുത്തരുടെ ആശയങ്ങളും അവർ സൃഷ്ടിച്ചിരിക്കുന്ന മാനങ്ങളും മാത്രമാണ്. എന്നാൽ സർവ്വതും ബ്രഹ്മമാണ്. സർവ്വതും ബ്രഹ്മമായിരിക്കുന്ന ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു അംശം മാത്രമാണ് എല്ലാം തന്നെ. നമ്മളോട് ആരും ഒന്നും പിടിച്ചെടുക്കുവാനായി പറഞ്ഞിട്ടില്ല. നമ്മളോട് ആരോടും പടവരുതുവാൻ പറഞ്ഞിട്ടില്ല. നമ്മളോടൊന്നും തന്നെ ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സൃഷ്ടിച്ചു പലതിനെയും സൃഷ്ടിച്ചു. പല ആൾ ദൈവങ്ങളെ അവർ സൃഷ്ടിച്ചു. ആ ദൈവങ്ങളെ കൊണ്ട് അവരുടെ കൽപ്പന ഇതാന്ന് പറഞ്ഞ് പലതും ചെയ്യിപ്പിച്ചു നമ്മളെയും കൊണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന്നും വിശ്വസിച്ച് അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗ്രന്ഥത്തെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി പോയാൽ അവിടെ നമ്മൾ ആത്മീയതരാവുന്നില്ല ഒരിക്കലും. ആത്മീയത ഒരു ഗ്രന്ഥമല്ല. ആത്മീയത ഉള്ളിൽ സംഭവിക്കുന്ന അവനവൻ്റെ വിവേകത്തോടുള്ള ഒരു തിരിച്ചറിവാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇന്നർ ജേണിയാണ് ആത്മീയത. ഒരു ഗ്രന്ഥങ്ങളിലും അടിസ്ഥാനപ്പെടുത്തുന്നതല്ല ഈ ആത്മാവിൻ്റെ സത്യത്തെ. അത് അവനവൻ്റെ തിരിച്ചറിവിനുള്ളൊരു പാതയിൽ അറിയുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ആത്മാന്വേഷണികളല്ല, ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരു മണ്ണെന്നും ആത്മാവിനെ തേടുന്ന ഒരു വ്യക്തിയെന്നും യോഗിയെന്നും സീക്കറെന്നും ഒക്കെ വിളിച്ചത്. ഈ ഭാരതഭൂമിയുടെ ലോകമെമ്പാടും നിന്നും പല ആൾക്കാരും ഈ ഭാരതത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആത്മീയതയുടെ പശ്ചാത്തലത്തിൻ്റെയും ഋഷി പാരമ്പര്യത്തിൻ്റെയും ഒരു വലിയൊരു രീതിയാണ് അവർ ഇന്നും ഭാരതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആത്മീയതയുടെ പശ്ചാത്തലത്തിനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും ഉയർന്ന മണ്ണിൽ നമ്മളൊരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി പോകരുത്. ആരും പടപൊരുതുവാനും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും സ്വന്തമാക്കുവാനും പറഞ്ഞിട്ടില്ല. അവനവന് വ്യക്തിപരമായി അവനവൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട തിരിച്ചറിവാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉണർവ്. അതിനെ നമ്മുടെ ഭാവനയിൽ ആത്മീയതയാന്ന് പറഞ്ഞുകൊണ്ട് ഭാവനയിൽ ഇന്നതും അന്നതും വേറിട്ട് നിൽക്കുക എന്നൊരിക്കലും ആരുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാവരുത്. അത് അന്ധകാരത്തിൽ നിന്ന് മാത്രം വരുന്നതാണ്. വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ മനുഷ്യജീവികൾ എന്നുള്ളതില്ല. എല്ലാത്തിൽ നിന്നും മനുഷ്യൻ മാത്രമല്ല, സർവ്വവ്യാപിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഒന്നായിരിക്കുന്ന ഒന്നാണ്. ആ ഒരു രസതന്ത്രത്തെ അനുഭവിക്കുവാനും അതിനുള്ള സ്പന്ദതയാണ് ആത്മീയ പരിശീലനങ്ങളെല്ലാം തന്നെ. എപ്പോഴും തന്നെ പലരിലും പലതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് പലതും അങ്ങനെ നമ്മളെ അങ്ങനെ പറഞ്ഞ് അത് ശരിയെന്നുള്ള രീതിയിൽ വെച്ചു. ഒരാൾക്ക് കൂടിയൊന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയൊന്നാണെങ്കിൽ നമുക്കും പിടിച്ചു നിൽക്കാൻ വേണം. ഇവിടുത്തെ ഭാരതീയ പശ്ചാത്തലം എപ്പോഴും ആത്മാന്വേഷികളുടെയാണ്. ഇതൊരിക്കലും ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തുന്നതല്ലായിരുന്നു. ചിലവരുമായിട്ടുള്ള മൽപ്പിടുത്തം കാരണം മാത്രമാണ് ചിലത് എഴുതി തീർത്തതും ചിലത് അങ്ങനാന്ന് പറഞ്ഞതും. ചിലവർക്ക് ചിലത് സ്വന്തമാക്കിയെടുക്കുവാനും അവർ അധികാരം പറ്റിയെടുക്കുവാനും പല വിശ്വാസികളെയും ചൂഷണം ചെയ്യുവാനും അതിനു വേണ്ടിയിട്ട് അവർ ഭഗവാനെ സൃഷ്ടിക്കുകയും ഭഗവാന്റെ ഇച്ഛയമാണ് ഇതെല്ലാം തന്നെ എന്നുള്ളത് വരുത്തി തീർത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉണർവ് സംഭവിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. സത്യത്തെ അറിഞ്ഞവരെല്ലാം തന്നെ വേദവും അദ്വൈതവും ബ്രഹ്മസൂത്രവും പല രീതിയിലുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞവരെല്ലാം തന്നെ എഴുതി വെച്ചൊരു കാര്യമുണ്ട്.
നിങ്ങളൊന്നിനെയും ഞങ്ങൾ പറയുന്ന ഒരു വാക്കിനെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതിലുള്ള പലതിനെയും നിങ്ങൾ ആത്മീയത പരിശീലിക്കുമ്പം, നിങ്ങൾ സാധന പരിശീലിക്കുമ്പം നിങ്ങളുടെ ഉത്ബോധം ഇതുമായി ചേരും. നിങ്ങളുടെ ഉത്ബോധത്തിൽ മനസ്സിലായിരിക്കുന്ന കാര്യം നിങ്ങളുടെ ബുദ്ധിയും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ പാത എളുപ്പമാക്കിയെടുക്കാമെന്ന് മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് വേദവും ബ്രഹ്മസൂത്രവും ഉപനിഷത്തുകളും എല്ലാം തന്നെ രചിച്ചിരിക്കുന്ന യോഗികൾ. അത് യോഗ സംസ്കാരം അങ്ങനെയാണ്. നിങ്ങളൊന്നിനെയും വിശ്വസിക്കേണ്ട. നിങ്ങളെല്ലാത്തിനെയും അനുഭവിക്കുക. നിങ്ങളുടെ വിവേകം വർദ്ധിക്കുക. അതിലൂടെ നിങ്ങൾ ആ മാർഗത്തിൽ പരബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരുക. ഈ തിരിച്ചറിവുണ്ട് ആ ബ്രഹ്മാസ്മി എന്നുള്ള ഈ തിരിച്ചറിവാണ് ശരിക്കും നമ്മളോട് സംസാരിക്കുന്നത് ആത്മീയത. അതൊന്നിൻ്റെ പശ്ചാത്തലമല്ല. എന്തെങ്കിലും ഭാഗമാണെന്ന് മാത്രമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരമമായിട്ടുള്ള ഒന്നിനെ അറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ സ്വതന്ത്രമാവുക, ഏകവും ഒന്നെന്നുള്ള രീതിയിൽ അലിയാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഇതാണ് തിരിച്ചറിവിൻ്റെ ഏറ്റവും വക്ക്. ആ തിരിച്ചറിവുണ്ടായാൽ നമുക്ക് സൃഷ്ടിചക്രം എങ്ങനെ പ്രവർത്തിക്കുന്നെന്നും ഈ സൃഷ്ടിചക്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കർമ്മത്തിൻ്റെ നിർബന്ധ പ്രയത്നത്തിൽ നിന്നുള്ള മോചനം നേടുവാനും പരമമായിട്ടുള്ള ഒരു ഉണർവിലേക്ക് എന്നും ആനന്ദപൂർവ്വം ചേർന്നിരിക്കുവാനും സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ആത്മീയ സാധനങ്ങൾ നിങ്ങളെ പറയുന്നതും. അതാണ് അതിൻ്റെ ശരിയായ മാർഗവും. എല്ലാവരും സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചറിയേണ്ടതും നമ്മുടെ ഉള്ളിലെ പരമമായിട്ടുള്ള ഒന്നുമായി ചേർന്ന് ആ ആന്തരിക ഘടനയിലെ പരമമായിട്ടുള്ള സംതൃപ്തമായുള്ളൊരവസ്ഥയിൽ ആനന്ദത്തിൻ്റെ ബ്രഹ്മത്തിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളിയിൽ ആനന്ദിച്ചുകൊണ്ട് ആ ജീവൻ്റെ എല്ലാ ജീവനും ഒന്നായിരിക്കുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ വേണം ഓരോ നിമിഷവും ഇവിടെ ജീവിക്കാനായിട്ട്. ഒരു വ്യക്തിയെ കാണുന്നത് പോലെ ഒരു മരത്തിനെയും ഒരു ജലത്തിനെയും ഒരു മലയും സർവ്വവ്യാപികളായിരിക്കുന്ന എല്ലാത്തിനെയും ആ കണ്ണിലൂടെ ശിവ 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 എന്നുള്ള രീതിയിൽ കാണുവാൻ പഠിക്കണം. എന്നാൽ മാത്രം ഈ ജീവൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരവസ്ഥയെ അനുഭവിച്ചറിയുന്നുള്ളൂ. ഇതാണ് യഥാർത്ഥ ആന്തരികപരമായിട്ടുള്ള ജീവൻ്റെ സ്വതന്ത്രമായുള്ള അവസ്ഥ, സ്വാതന്ത്ര്യം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.